ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈശോയുടെ അനന്തമായ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് ആചരിക്കാൻ പരിശുദ്ധാത്മാവിടെ വരുത്തട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വരവിൽ പ്രധാനമായി ധ്യാനിക്കുന്ന ഒരു വാക്കാണ് ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നമുക്കതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധന പൂർത്തിയാക്കാം. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥമെന്ന് നമുക്കറിയാം. പക്ഷേ ഈ അർത്ഥം നമുക്ക് അനുഭവമാകുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഈ ഇമ്മാനുവേൽ അനുഭവം നമുക്കുണ്ടാകണം. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം. അതായത് ദൈവത്തെക്കുറിച്ച് ലോകം എന്തൊക്കെ പറയുന്നു എന്നുള്ളതല്ല, ദൈവ പൈതൽ എന്തു പറയുന്നു എന്നുള്ളത്. ദൈവത്തെക്കുറിച്ച് ലോകം പലതും പറയും. ദൈവം ഒരു ശക്തിയാണെന്ന് പറയും. ദൈവം സൂക്ഷിച്ചിടപെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്ന് പറയും. അങ്ങനെ ദൈവത്തെ പേടിച്ചും ഭയന്നും ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവമേ നീ ഇങ്ങോട്ട് വന്ന് ഇടപെടരുത്, ഞങ്ങൾ വേണ്ടുന്നതൊക്കെ അങ്ങോട്ട് എത്തിച്ചോളാമെന്ന് കരുതി ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ഇഷ്ടദൈവത്തിന് തുലാഭാരവും നേർച്ചയും വഴിപാടുകളും വെടിവഴിപാടുമൊക്കെ നടത്തിപ്പോകുന്ന ഒരു കാലത്ത്, ഒരിടങ്ങളിൽ ദൈവമക്കൾക്ക് ദൈവം ആരാണ് എന്ന് വ്യക്തമാക്കുന്ന കാലയളവാണ് ക്രിസ്മസ് കാലയളവ്. ഇപ്പം ദൈവത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ്. പലരും ദൈവത്തെക്കുറിച്ച് പറയും, ദൈവം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ദൈവം, എന്ത് ദൈവം, എവിടെ ദൈവം? നമ്മൾ തന്നെ നമ്മുടെ ദൈവം. നമ്മൾ നേരെ ജീവിച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ ദൈവം. അങ്ങനെ കരുതുന്നവരുണ്ട്. എല്ലുമുറിയെ പണിത പല്ലുമുറിയെ തിന്ന എന്ന് കരുതി നമ്മൾ അധ്വാനിച്ചാൽ നമുക്കുണ്ട്. എന്ത് ദൈവം? ആരുടെ ദൈവം? ഇതൊക്കെ ചുമ്മാ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന ഉട്ടോപ്യൻ ന്യായങ്ങളാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. ചിലർ ദൈവത്തെ കാണുന്നത്, ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യരെല്ലാം ഒരു തരത്തിൽ വട്ടന്മാരാണ്. ഒരു തരത്തിൽ മനുഷ്യരെല്ലാം വട്ടന്മാരാണ്. അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ ദൈവം നല്ലതാണെന്ന് പറഞ്ഞു. ഈ ഭ്രാന്ത് ശമിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ്, ഒരു ഒറ്റമൂലിയുടെ പേരാണ് എന്ത്? ദൈവം. കാരണം പള്ളിയിൽ പോയി ചിലരൊക്കെ ഇരുന്ന് മെഴുതിരിയൊക്കെ കത്തിക്കിടുമ്പോൾ കിട്ടുന്നൊരാശ്വാസമുണ്ടേ. അന്നേരം കുറേ ടെൻഷൻ അങ്ങ് സോയിൽഡായി, പ്രശ്നം അങ്ങ് തീർന്ന്. ഇവിടെ വന്ന് കർത്താവേ എന്ന് വിളിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷനുണ്ട്. പ്രശ്നം മാറിയിട്ടില്ല. ഈശോയെ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടേ. അപ്പോൾ അതിന് മൂലമുണ്ടായ ടെൻഷൻ റിലാക്സ്ഡ്. ഇപ്പം ചില ആളുകളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ദൈവത്തെക്കുറിച്ച്. ഹല്ലേലൂയ. നീഷെ എന്ന് പറയുന്ന ഒരു ആൾ പറഞ്ഞു, ദൈവം മരിച്ചുപോയി. അറിഞ്ഞില്ലേ? ടൈം പറയാൻ മറന്നുപോയി. ദൈവം മരിച്ചു, ദൈവം മരിച്ചു. ഇങ്ങനെ പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച ആളുണ്ട്. ദൈവം മരിച്ചു. ജീൻ പോൾ സാർത്ത് എന്ന് പറഞ്ഞ മറ്റൊരു ഫിലോസഫറുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ഭൂമിയുടെ സംഘർഷങ്ങൾക്ക്, പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ട് കണ്ടെത്താം. പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടത്തില്ല, നമുക്കൊരു ആശ്വാസം കിട്ടും. ഒരു സംഘർഷ പരിഹാരിയായിട്ട് ദൈവത്തെ കാണാം, ഇത്തിരി ആശ്വാസം കിട്ടാൻ വേണ്ടി. അങ്ങനെ സാർത്ത് പറഞ്ഞു, ഇതൊന്നും ഒരാശയമാണെന്ന് പറഞ്ഞു. ഒരാശയം, ഇറ്റ്സ് ആൻ ഐഡിയ. ഭേദപ്പെട്ട ഒരാശയമാണ് ദൈവം. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഇതല്ല ഞാനും നിങ്ങളും വിശ്വസിച്ചിട്ടുള്ളത്. ലോകം എന്തു പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് എൻ്റെ ദൈവം തന്നെ തിരുവചനത്തിൽ എന്തു പറഞ്ഞു, ദൈവ പൈതൽ എന്തു വിശ്വസിക്കണം ദൈവത്തെക്കുറിച്ച്. ഇതാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയായുടെ പുസ്തകത്തിൽ 31-ാം അധ്യായം 9-ാം തിരുവചനം, വചനം ഇതാണ്. ജെറമിയ 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഹല്ലേലൂയ. ദൈവം പറയാണ് ദൈവമക്കളോട്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് പപ്പായാണ്, പിതാവാണ്. പിതാവിനെ പോലെയാണ് എന്നാണോ പറഞ്ഞേക്കുന്നത്? അല്ല, പിതാവാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് സദ്വാർത്ത. കണ്ണുനീര് കാണുന്ന അപ്പൻ, നീ വേദനിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അനുഭവിച്ചറിഞ്ഞ നിന്റെ മുഖത്തെ കുറ്റുനോക്കുന്ന ഒരപ്പൻ, അതാണ് നിന്റെ ദൈവം. ഇതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന, തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന, വചനം നമ്മെ പഠിപ്പിക്കുന്ന, ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന ബോധ്യം. എനിക്കൊരപ്പ ഉണ്ട്, എനിക്കൊരു പപ്പ ഉണ്ട്. കണ്ണുനീരോടെയാണ് അവർ വരുന്നത് എന്ന് അറിയുന്ന ഒരപ്പ, ആശ്വസിപ്പിക്കാൻ വേണ്ടി ചേർത്ത് പിടിക്കുന്ന ഒരപ്പ, നീരൊഴുക്കുകളിലേക്ക് നയിക്കുന്ന ഒരപ്പ, വഴി സുഗമമാക്കുന്ന ഒരപ്പ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാല് ഇടറാത്ത വിധത്തിൽ കൈകളിൽ താങ്ങുന്ന ഒരപ്പ. അതാണ് ദൈവം, അതാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഗുഡ് ന്യൂസ്, ഇതാണ് സദ്വാർത്ത. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനം പറയുന്നു. ക്രിസ്മസിൻ്റെ സദ്വാർത്ത നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ദൈവം നമ്മോട് കൂടെ. ഇത് ആകാശങ്ങളിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു ദൈവമല്ല, അവിടെ എവിടെയോ ഇരുന്ന് ഇങ്ങനെ ചലിക്കാത്ത, മിണ്ടാത്ത ഒരു ദൈവമല്ല. ഇത് എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമാണ്. ഇത് നമ്മൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ഏറ്റെടുക്കണം, ഇതങ്ങോട്ട് വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴാണ് സുസ്ഥിതി ലഭിക്കുക. യെശയ്യാ 7:9. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കില്ല. അതുകൊണ്ട് വിശ്വസിക്കണം. ഇതാണ് സദ്വാർത്ത. എന്താണ് ഏവൻഗേലിയോൻ അഥവാ സദ്വാർത്ത? നമുക്കറിയാം, ഏവൻഗേലിയോൻ നമ്മൾ ബൈബിള് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നമ്മൾ വായിക്കുന്ന ബൈബിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഏവൻഗേലിയോൻ എന്ന് പറഞ്ഞാൽ അതൊരു സദ്വാർത്ത എന്നാണ് എൻ്റെ അർത്ഥം, സുവിശേഷം എന്നാണ് എൻ്റെ അർത്ഥം. എന്താണ് സദ്വാർത്ത? നല്ല വാർത്ത. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയുകയാണ്, ആരാധന കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ എല്ലാവരും ഒന്ന് നിൽക്കണം, അവിടെ ഐസ്ക്രീം എല്ലാവർക്കും വിളമ്പാൻ പോവാണെന്ന് പറഞ്ഞു. ഐസ്ക്രീം കേട്ടപ്പോൾ നമ്മൾ ഇടുക്കളെ ഉൾപ്പെടെ അല്ല, എന്ത് ഇടുക്കളെ പോയോ? എല്ലാവർക്കും ഒരു ചിരി വരുന്നുണ്ട്. എന്താ കാര്യം? സദ്വാർത്തയാണ് അത്.
ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അത്താഴമില്ല. സദ്വാർത്തയാണോ? അതൊരു ദുഃഖവാർത്തയാണ്. പ്രിയപ്പെട്ടവരെ, സദ്വാർത്ത എന്ന് പറയുന്നത് ഈ ഐസ്ക്രീം ഇല്ല എന്നും ഐസ്ക്രീം ഉണ്ട് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ട് എന്ന് പറയുന്നതോ അല്ല. ബൈബിൾ പരമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഐസ്ക്രീം നമുക്ക് കിട്ടുന്നില്ലെങ്കിലും അതിന് നമ്മൾ ഏവങ്കേലിയോൻ ഐസ്ക്രീം കിട്ടിയാലും അതിനെ ഏവങ്കേലിയോൻ എന്ന് വിളിക്കത്തില്ല. നമ്മളവിടെ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഏവങ്കേലിയോൻ. സദ്വാർത്ത എന്ന് പറയുമോ? ഇത് പറയില്ല. എന്താണ് ഏവങ്കേലിയോൻ? ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഇതൊരു ഗ്രീക്ക് വാക്കാണ്. ഈ വാക്ക് ഉപയോഗിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഇത് പഴയ കാലത്തെ രാജാക്കന്മാർ ജനത്തിന് നൽകുന്ന വാർത്തകളുടെ പേരാണ് ഏവങ്കേലിയോൻ. അതായത് ഇത് രാജാവിൻ്റെ വാർത്തയാണ്. രാജാവിൻ്റെ വാർത്ത അത് സന്തോഷമായാലും ദുഃഖമായാലും സദ്വാർത്ത തന്നെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. എന്തുകൊണ്ടാണ് ഇത് ഏവങ്കേലിയോൻ, സുവിശേഷം? ഇത് രാജാവിൻ്റെ വാർത്തയാണ്. ഇത് രാജാവ് നമുക്ക് തന്ന വാർത്തയാണിത്. അതുകൊണ്ട് ഈ വാർത്ത നമുക്ക് ചിലപ്പോൾ സന്തോഷം തരും, ചിലപ്പോൾ സങ്കടമായിരിക്കും. പക്ഷേ എന്നാലും ഇതിൻ്റെ പേരാണ് ഏവങ്കേലിയോൻ, സദ്വാർത്ത. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന ഒരു ചിന്തയാണ്. എങ്ങനെയാണ് ഇതൊരു സദ്വാർത്തയാകുന്നത്? ഇത് സദ്വാർത്ത മറിയത്തിന് ദുഃഖവാർത്തയായിരുന്നു, നമുക്കായിരുന്നു സദ്വാർത്ത. 16-ാം വയസ്സിൽ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് മറിയത്തോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മറിയം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഉടനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്നറിയപ്പെടും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഡ്രമ്മ് കൊട്ടാനും ഹല്ലേലൂയ വിളിക്കാനൊക്കെ തോന്നും. കാരണം നമുക്കിത് സദ്വാർത്തയാണ്. പക്ഷേ ആ പാവപ്പെട്ട പെൺകൊച്ചിന് ഇത് ദുഃഖവാർത്തയാണ്. യഹൂദർ ആസുരതയുടെ വേട്ടപ്പട്ടിയുടെ കണ്ണുമായി കല്ലെറിഞ്ഞു കൊല്ലും. 16-ാം വയസ്സിൽ ഒരു പെണ്ണ് ഭർത്താവില്ലാതെ ഗർഭിണിയായി കാണപ്പെട്ടാൽ എറിഞ്ഞു കൊല്ലണം. അതാണ് നിയമം. അവൾക്കത് ദുഃഖവാർത്തയാ. പക്ഷേ അത് രാജാവിൻ്റെ വാർത്തയായതുകൊണ്ട് സുവിശേഷമായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് മാമരം കൊച്ചുന്ന തണുപ്പത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ പട്ടാളക്കാരുടെ അലമുറയിടുന്ന ആക്രോശങ്ങൾക്കിടയിലൂടെ ഈ കുഞ്ഞിനെയും ചോര കുഞ്ഞിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഈ അമ്മ കിലോമീറ്ററുകൾ ഈജിപ്തിലേക്ക് മരുഭൂമിയിലൂടെ പലായനം ചെയ്തപ്പോൾ, ഓടി രക്ഷപ്പെട്ടപ്പോൾ അവൾ അനുഭവിച്ച യാതന, വേദന, പട്ടിണി നമുക്ക് സദ്വാർത്തയാ. പക്ഷെ അവൾക്ക് വേദനയുടെ വാർത്തയായിരുന്നു. പക്ഷെ അവൾ സഹിച്ചു. കാരണം അത് രാജാവിൽ നിന്ന് വന്ന വാർത്തയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇത് വേദനകൾ തന്നാലും ഇത് നമ്മൾ ഏറ്റെടുക്കുന്നത്. കാരണം എൻ്റെ അപ്പായുടെ, ഈ രാജാവിൻ്റെ ആഗ്രഹമാണിത്. എൻ്റെ ജീവിതത്തിൽ വേദനകൾ, സങ്കടങ്ങൾ തന്നാലും എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എനിക്ക് സദ്വാർത്തയായി മാറും, സുവിശേഷമായി മാറും. കാരണം എന്താ? ഇമ്മാനുവേൽ. അതുകൊണ്ട് നമ്മൾ പാടുന്നത് വേദന വരുമ്പോഴും ബാലശിക്ഷ നൽകുമൻ ചേലെഴുന്തൽ സ്നേഹം, ബാലശിക്ഷ എന്നപ്പനെങ്കിലും
ചേലഴും നന്മയെ തൻകരം ഈശ്വരിൽ എൻ മനം വിശ്രമം നേടിടും. നന്മ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഏറ്റുപാടുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാം? എൻ്റെ അപ്പ എനിക്ക് ബാലശിക്ഷ നൽകിയാലും, ശിക്ഷണം നൽകിയാലും, വേദന നൽകിയാലും എൻ്റെ അപ്പായാ തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവം. വേദന തരുമ്പോൾ ഇങ്ങനൊരു ദൈവം എന്തിനാ എന്ന് ചോദിക്കുന്നതല്ല നമ്മളുടെ രീതി. ഇത് മക്കളുടെ രീതി എന്ന് പറയുന്നത്, ഇതെൻ്റെ അപ്പ അറിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ അപ്പ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരനിരിപ്പുണ്ട് ഇപ്പോൾ ആരാധനയിൽ. അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു. ഡൽഹിയിലെ അപ്പോളോ ആശുപത്രി നമ്മൾ പ്രാർത്ഥിച്ച ആണ്. അവളുടെ മരണത്തിന് ഞാനും അടക്കത്തിന് പോയിരുന്നു. ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. പക്ഷേ ഗർഭപാത്രം റപ്ചേർഡായപ്പോൾ, യൂട്രസ് റപ്ചേർഡായപ്പോൾ കുഞ്ഞിനെ വലിച്ചെടുക്കാനുള്ള തത്രപ്പാടിൽ ആ കുഞ്ഞിൻ്റെ ശിരസിലെ വെയിനുകൾക്ക് ക്ഷതം സംഭവിച്ചു. ഇന്നും ആ കുഞ്ഞ് കണ്ണു തുറന്നെങ്കിലും 2 മാസമായ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, ആ കുഞ്ഞ് കരയുന്നില്ല. അപ്പനും അമ്മയും ഇല്ലാത്ത, സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ട ദൈവം ഒരു കുഞ്ഞിനെ കയ്യിലേക്ക് തന്നപ്പോൾ, ഈ പള്ളിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ആ സഹോദരൻ എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛാ, എനിക്ക് ആ കുഞ്ഞിനെ കയ്യിലേക്ക് എൻ്റെ ദൈവം തന്നാൽ അങ്ങനെ ഇരുന്നാലും മതി, കൊണ്ടുപോകും ഞാൻ അവളെ. എല്ലാ പള്ളികളിലും കൊണ്ടുപോകും, എല്ലാ ഇടങ്ങളിലും ഞാൻ കൊണ്ടുപോകും, എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോകും. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ പറഞ്ഞൊരു കുഞ്ഞുമോൻ ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞുമോൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവമക്കൾ. ദൈവം അനുഗ്രഹം തരും, ദൈവം അനുഗ്രഹം തരാതിരിക്കും. ഇന്ന് ഇവിടെ ബിജു ഷൈനി എന്ന് പറഞ്ഞ പാണ്ടനാട് നിന്ന് ഒരു കുടുംബം ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഏതാണ്ട് 1 വർഷത്തിന് മുൻപ് ഇവിടെ വന്ന ആരാധനയ്ക്ക് ഒരു 3 ആഴ്ച ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ദൈവം കയ്യിലേക്ക് കൊടുത്തൊരു കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. കുഞ്ഞിന് പനി ആയതുകൊണ്ട് കൊണ്ടുപോയച്ചാൽ ഞങ്ങൾ വരും, ഇവിടെ വന്ന് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണിക്കണം ദൈവം മുമ്പാകെ. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ദൈവം വേദന അനുവദിക്കുന്ന ദൈവമാണ്. എന്നാലും ആ ഒരപ്പ എനിക്കൊരനുഭവമാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്മസ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇങ്ങനൊരു സാന്നിധ്യമുണ്ട്, വിശ്വസിക്കണം. ഐ ആം വിത്ത് യു. ഇത് അത്ഭുതകരമായൊരു സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ, അത്ഭുതകരമായൊരു സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇത് ജോഷുവയോട് മാത്രം പറഞ്ഞൊരു കാര്യമല്ല, ദൈവ പൈതലെ നിന്നോട് എന്നോട് പറഞ്ഞ കാര്യമാണിത്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ നെടുകയും കുറുകയും നമ്മുടെ പരിസരത്തും നമ്മുടെ മുറ്റത്തും വീട്ടിലും നമ്മുടെ ഉള്ളിലും അവനുണ്ട്, അവൻ നടക്കുന്നുണ്ട്. ഇങ്ങനൊരു ദൈവത്തെ, ഇങ്ങനൊരപ്പായെ നമ്മൾ അനുഭവിക്കണം. ഇതാണ് ഗോഡ് എക്സ്പീരിയൻസ്. ദൈവാനുഭവം എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കേണ്ടതല്ല. ആരാധനയ്ക്ക് വരുന്നൊരു സമൂഹം, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ കുറേ പേർക്ക് ദൈവം ആ കൃപ കൊടുക്കുന്നുണ്ട്. ദൈവം അവരുടെ യാത്രകളിൽ, വഴികളിൽ. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയാണ്, അച്ഛാ തിരുവനന്തപുരം വരെ ഒരു യാത്രയാണ്, കൊന്ത മുറുക്ക പിടിച്ച് കണ്ണടച്ചിരിക്കുകയാണ് ബസ്സിലെന്ന്. വഴിയോര കാഴ്ചകളല്ല എൻ്റെ
അപ്പായുടെ കൂടെ അമ്മയുടെ കൈക്ക് പിടിച്ച് യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ ജപമാല ചൊല്ലി യാത്ര ചെയ്യുന്ന, കൂടെ ദൈവത്തെ കൊണ്ടു നടക്കുന്ന, ദൈവം കൂടെയുണ്ട് എന്ന് നിരന്തരം അക്കമിട്ട് ഹൃദയത്തിൽ കോറിയിട്ടിരിക്കുന്ന, എഴുതി ചേർത്തിരിക്കുന്ന ഒരുപിടി ആൾക്കാരെ ദൈവം ഇവിടെ ഒരുക്കുന്നു, ഉയർത്തുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഇമ്മാനുവേൽ അനുഭവം? എന്തിനാണ് ദൈവം നമ്മോട് കൂടെ? വായി വചനം പറയുകയാണ്. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുവചനം. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം പറയുകയാണ്, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്കേൽപ്പിച്ച് തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പാളയം നമ്മുടെ വീടാണ്, നമ്മുടെ പരിസരമാണ്, നമ്മളായിരിക്കുന്ന ഇടങ്ങളാണ്, ജോലി സ്ഥലങ്ങളാണ്. അതാണ് നമ്മുടെ പാളയം. ദൈവം പറയുകയാണ്, ഞാൻ അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഉള്ളിൽ മാത്രം ഒരു ദൈവമല്ല, യു ഹാവ് ടു എക്സ്പീരിയൻസ് ഹിസ് പ്രസൻസ് ഔട്ട്സൈഡ്. ദൈവ സാന്നിധ്യം നമുക്ക് പരിസരത്തുണ്ടെന്ന്. നിന്റെ പാളയത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. എന്തിന്? ടു പ്രൊട്ടക്റ്റ് യു. അങ്ങനെ ഒരു ദൈവമുണ്ട്. നമ്മൾ കരുതും നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ സംരക്ഷണം, നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ പനി ഉണ്ടാകാത്തത്, രോഗം ഉണ്ടാകാതെ, പകർച്ചവ്യാധി ഉണ്ടാകാതെ. നമ്മൾ സൂക്ഷിച്ചു. ഒരീച്ച വന്നിരുന്നാൽ കിൻഡൽ കണക്കിന് ബാക്ടീരിയകളാണ് ആ ഭക്ഷണ പദാർത്ഥത്തെ വന്ന് വീഴുന്നത്. ഒരീച്ച. അങ്ങനെയെങ്കിൽ ഈ സംരക്ഷണത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ബൈബിൾ പറയുന്നത്? നമ്മളല്ല അധ്വാനിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കണം. അറിയാതെ ഞാൻ അധ്വാനിച്ചുകൊണ്ട് എനിക്കിതെല്ലാമായി, നോ, അല്ല. ബൈബിൾ എന്താ പറയുന്നത്? യെശയ്യായുടെ പുസ്തകം 64-ാം അധ്യായം 4-ാം തിരുവചനം. യെശയ്യാ 64-ന്റെ 4-ാം തിരുവചനം പറയുകയാണ്, അധ്വാനിക്കുന്നത് ദൈവമായ കർത്താവാണ്. അതായത് വചനം ഇതാണ്, അധ്വാനിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്ന ഇതാണ്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ദൈവം പറയുകയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവമാണ് അധ്വാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളല്ല അധ്വാനിക്കുന്നത്. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിച്ചാലേ നമുക്ക് എന്തിനേയും പൂർത്തീകരിക്കാൻ പറ്റും. എന്തിനേയും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റണമെങ്കിൽ ഈ അടിസ്ഥാന വചനം വിശ്വസിക്കണം. യെശയ്യാ 64:4 ഈ വചനം നമുക്ക് നേറ്റു പറയാം. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് മക്കളെ നമ്മൾ വിശ്വസിക്കണം. എൻ്റെ ദൈവം അധ്വാനിക്കും. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത് യോഹന്നാൻ 5:17 എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അല്ല. നമ്മൾ ചോദിക്കും, എന്താ ദൈവം പ്രവർത്തിക്കുന്നത്? ഞാനാണല്ലോ പ്രവർത്തിക്കുന്നത് മുഴുവൻ. അല്ല, എന്താണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 35-36 വചനങ്ങളിൽ പറയുകയാണ്. ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. വചനം പറയുകയാണ്, അപ്പോൾ അവർ പറയും,
ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നു. ശൂന്യമായി കിടന്നിരുന്ന ഈ സ്ഥലമെല്ലാം, നമ്മുടെ അവസ്ഥ നമുക്ക് എന്തായിരുന്നറിയാം. ഒരു 10-20 വർഷത്തിന് മുൻപ്, ഒരു 30 വർഷത്തിന് മുൻപ് ഈ നാട്ടിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ നമുക്കറിയാം. ഒരു 100 വർഷത്തിന് മുൻപ് എലിയെ ചുട്ടു തിന്നുന്ന, പെരിച്ചാഴിയെ പിടിച്ച് തിന്നുന്ന ഒരു നാട്ടിലായിരുന്നു നമ്മൾ കഴിഞ്ഞത്. 44 നദികൾ, 40 നദികൾ നെടുകയും കുറുകയും 4 നദികൾ നെടുകയും ഒഴുകുന്ന ഈ നാട്ടിൽ അല്പം തുരുത്തുകൾ മാത്രമുണ്ടായിരുന്ന ഈ നാട്ടിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത് എന്ന് ഭാഷാ ചരിത്രം പഠിച്ചാൽ, മലയാള കേരള ചരിത്രമൊക്കെ പഠിച്ചാൽ മനസ്സിലാവും. ഈ ഇത്തിരി പുത്തനൊക്കെ ആയത് ഇപ്പോഴാണ്. ഇതിനു മുൻപൊരു കാലമുണ്ടായിരുന്നു, ഒന്നുമില്ലാതിരുന്ന ഒരു കാലം. കാളവണ്ടി ഒരാഡംബരമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് വചനം പറയാണ്, ശൂന്യമായി കിടന്നിരുന്ന ഈ ദേശമെല്ലാം ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നു. ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു. അവിടെ ആളുകൾ വസിക്കുന്നു. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്ന് പറയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വീണ്ടും കൃഷി ഇറക്കിയതും ശൂന്യമായി കിടന്ന നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും കർത്താവാണ്. ഇത് നമ്മൾ വിശ്വസിക്കും. നമ്മുടെ ആരോഗ്യം കഴിവും നമ്മുടെ ബുദ്ധിയൊന്നുമല്ല, ദൈവം പ്രവർത്തിച്ചതുകൊണ്ട്. എപ്പോ? നീ ഉറങ്ങുമ്പോൾ. 127 സങ്കീർത്തനം പറയുകയാണ്, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രവർത്തിക്കുന്നത് കർത്താവാണ്, അധ്വാനിക്കുന്നത് കർത്താവാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും എന്നല്ല എഴുതിയിരിക്കുന്നത്, ഉറങ്ങുമ്പോഴും എന്നല്ല, ഉറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ നീ ഉറങ്ങും, പ്രാർത്ഥനയ്ക്ക് ഇരുന്നുറങ്ങും. പ്രാർത്ഥിച്ചത് കൊണ്ടല്ല നിനക്കിത് തന്നത് എന്ന് നിന്നെ അറിയിക്കാൻ പ്രാർത്ഥനയ്ക്കും ഉറക്കം. പക്ഷേ അത് കഴിയുമ്പോഴും കിട്ടും അനുഗ്രഹം. എന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിച്ചത് കൊണ്ടല്ലിത്, മറിച്ച് ഈ അപ്പായോടൊരു ഹൃദയബന്ധം, അതാണ് അവൻ തിരക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്ക് അപ്പായോടൊരു ഹൃദയബന്ധമുണ്ടോ, എൻ്റെ അപ്പ എന്നൊരു ബോധമുണ്ടോ? ഈ അവബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി കുറയുഞ്ഞോട്ടെ. നീ അല്പനേരമൊക്കെ ഉറങ്ങിപ്പോയി. ഉറങ്ങുന്ന ഒരു പാപമൊന്നുമല്ല. 10 കന്യകമാരുടെ ഉപമയിൽ കന്യകമാരെല്ലാം കിടന്നുറങ്ങി. ഉറങ്ങിയത് പാപമൊന്നുമല്ല. ഉറക്കമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഹൃദയബന്ധമുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവാണ് ഉറങ്ങുമ്പോൾ വേണ്ടത് തന്നുകൊണ്ടിരിക്കും. ദൈവമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ സുന്ദരമായൊരു വചനം ബൈബിളിൽ നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനം. നിയമാവർത്തന പുസ്തകം 1-ന്റെ 31-ാം തിരുവചനം. ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. തൻ്റെ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് വന്നപ്പോൾ ദൈവം അവരോട് പറയുന്നൊരു സങ്കടമാണ്. 40 വർഷം ഈ ജനത്തെ ദൈവം കൂടെ കൊണ്ട് നടന്ന് ദൈവം ഇവിടെ എത്തിച്ചു. ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്, വെറും 40 ദിവസം മതിയായിരുന്നു. 40 ദിവസം, 2 ആഴ്ച കൂടുതൽ വേണ്ടെന്നാണ് പറയുക, ഇത്രയും സ്ഥലത്ത് നിന്ന്, ഈജിപ്തിൽ നിന്ന് ഇവിടെ വരെ എത്താൻ. പക്ഷേ 40 വർഷം ഇവരെ ഈ സീനായ് മരുഭൂമിക്ക് ചുറ്റുമിട്ട് ദൈവം കറക്കി. ദൈവം കറക്കിയതല്ല, ജനം കറങ്ങി. ദൈവം കറക്കിയായിരുന്നുണ്ടെങ്കിൽ എല്ലാം അറിയാവുന്ന ദൈവം പിന്നെന്തിനാണ് ഈ 40 വർഷം ഇതുങ്ങളുടെ മുന്നേ ഇങ്ങനെ നടക്കുന്നത്? ദൈവവും നടക്കുകയാണ് ഇതുങ്ങളുടെ മുമ്പിൽ.
അഗ്നിത്തൂണായി മേഘസ്തംഭമായി ഇതുങ്ങളും നടക്കുക, ദൈവം നടക്കുകയാണ് ഇതുങ്ങളുടെ മുന്നിൽ. 40 വർഷം ഈ സീനായി മലയ്ക്ക് ചുറ്റും ദൈവവും നടക്കുകയാണ്. എന്തിനാണ് ദൈവം ഇങ്ങനെ നടന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. നിൻ്റെ ജീവിതത്തിൽ ചില പാളിച്ചകളുണ്ടായാലും വിഷമിക്കണ്ട, അവൻ മുന്നേ നടക്കുന്നുണ്ട്. ജീവിതത്തിൽ അനുസരണക്കേടൊക്കെ ഉണ്ട്, വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷേ തള്ളിക്കളയത്തില്ല നിന്നെ. നീ നടക്കുന്ന വഴിതെറ്റിയാണ്, പക്ഷേ ദൈവം കൂടെ നടക്കുന്നുണ്ട്. അവൻ കാത്തിരിക്കും എന്നെങ്കിലും ഈ വാഗ്ദത്ത നാട്ടിൽ നിന്നെ ഒന്ന് എത്തിക്കണം. അതാണ് നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-32 തിരുവചനം പറയുകയാണ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ, ദൈവം പറയുകയാണ്, 40 വർഷത്തെ ചരിത്രം പറയുകയാണ്, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ഒരു പിതാവ് മകനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന കണക്കെ നിങ്ങളിവിടെ എത്തുന്നത് വരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടൊക്കെ വീണു പോകാമായിരുന്നു, എവിടൊക്കെ തകരാമായിരുന്നു, ഏതൊക്കെ ആശുപത്രിയിൽ അബദ്ധങ്ങൾ സംഭവിക്കാമായിരുന്നു. ഇവിടെ എത്തുന്നത് വരെ പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എന്നിട്ട് ദൈവം സങ്കടം പറയുക, എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. ഇതാണ് ദൈവത്തിൻ്റെ സങ്കടം. ഞങ്ങൾ തന്നെയാണ് നടന്നതെന്നുള്ളൊരു ധാരണയുണ്ടാകും. പ്രിയപ്പെട്ടവർ, അത് അപകടമാണ്. വിശ്വസിക്കണം, ഇത് ഞങ്ങളല്ല, എൻ്റെ അപ്പായാണ് എന്നെ നടത്തിയത്. എന്നിട്ട് പറയണം, എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. എന്ന് വെച്ചാൽ ദൈവം ഈ ജനം നടക്കുമ്പോൾ ഈ ദൈവം എന്തു ചെയ്യും? ഇവർക്ക് മുമ്പേ നടന്നു പോയി അന്വേഷിക്കും, ഏത് സ്ഥലത്താണ് ഇവർക്ക് കൂടാരമടിക്കാൻ പറ്റിയ സ്ഥലം. അവിടെ കുറുനരികളുണ്ടോ, ചെന്നായുണ്ടോ, അവിടെ കുഴിയുണ്ടോ, ഗർത്തമുണ്ടോ, അവിടെ വെള്ളം കിട്ടുമോ? ദൈവമാണ് മുമ്പേ നടന്ന് ഇവർക്ക് ഈ സ്ഥലം കൊള്ളാം കൂടാരമടിക്കാൻ, ഈ സ്ഥലം കൊള്ളാം കൂടാരമടിക്കാൻ. ദൈവമാണ് അവർക്ക് മുമ്പേ നടന്നിരുന്നതെന്ന്. അവിടെ അവർ കൂടാരമടിച്ചിരുന്നുള്ളൂ. ദൈവം കാണിച്ചു കൊടുക്കും, എന്നിട്ട് ഇവിടെ കൂടാരമടിക്കാൻ പറയും. ഇതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ സ്നേഹം. ഇതിൻ്റെ പേരാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ക്രിസ്മസ് നമുക്ക് ഇതാണ്, ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ. ഇത് നമുക്ക് അനുഭവമാകുമ്പോഴാണ് ഹൃദയത്തിൽ ഈ ആനന്ദം. അതായത് ഭൂമിയിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നലിലാണ് ഈ ആനന്ദം ഉണ്ടാകേണ്ടത്. നമ്മൾക്ക് ഒരു ദൈവമുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന ഒരു തോന്നൽ ഉള്ളിലുണ്ടാകുമ്പോൾ ആനന്ദം. മറ്റൊന്നും നമുക്ക് ആനന്ദം തരില്ല. അതുകൊണ്ട് ഈ അനുഭവം, സങ്കടങ്ങളുള്ള ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഒരെണ്ണമേ ഞാൻ പറഞ്ഞുള്ളൂ, കുഞ്ഞുമോൻ്റെ കാര്യം. ഈ വേദനകൾക്കിടയിലും എൻ്റെ അപ്പ എൻ്റെ കൂടെയുണ്ട്. ഇതിൻ്റെ പേരാണ് ഇമ്മാനുവേൽ. വലുതേരം വരുത്തി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. നമ്മൾ ചോദിക്കുമ്പോഴല്ല, ഉറങ്ങുമ്പോഴും നമുക്ക് തരികയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ ഈ ഒരു അപ്പാടെ സ്നേഹം അടച്ച് ഹൃദയം അവനത് കൊടുത്തുകൊണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്പനേരം നമ്മൾ ഈ സ്നേഹം ഒന്ന് അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സ് തുറന്ന് അങ്ങ് ആരാധിക്കണം. അല്പം കൂടെ നമുക്ക് ഉള്ളിൽ അടുത്തേക്ക് കയറി നിൽക്കാൻ പറ്റുമെങ്കിൽ, പുറത്തൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അകത്തേക്ക് കയറി നിന്ന് ഇനിയുള്ള സമയം നമ്മൾ ഈ ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവം, അതിൻ്റെ പേരാണ് ഇമ്മാനുവേൽ. എൻ്റെ അപ്പ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പരിസരത്തുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്, എനിക്ക് നെടുകയും കുറുകയും അവൻ നടക്കുന്നുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഫീൽ ഹിം, അവനെ അനുഭവിക്കും. ഇതാണ് ദൈവാനുഭവം. ഇതെവിടെയോ ഉള്ളൊരാശയമല്ല, ഏതോ ഒരു ശക്തിയല്ല, ഏതോ ഒരു സംഭവം അങ്ങ് നടന്നതല്ല. എൻ്റെ കൂടെയുണ്ട്.